വിഭാഗീയത രൂക്ഷമായ പറവൂരിലെ സിപിഐയിൽ നിന്ന് 100ഓളം പേർ ഇന്ന് വൈകിട്ട് 6 മണിക്ക് സിപിഐഎമ്മിൽ ചേരും. പാർട്ടിയിലെ വിഭാഗീയത ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നേതൃത്വത്തിൽ നിന്ന് നീതി ലഭിച്ചില്ല. ഇതാണ് രാജിവെച്ച ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. നമുക്കതൊന്ന് കേൾക്കാം. മാനസികമായി നമുക്കിതുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എല്ലാ സഖാക്കളൊന്നുമല്ല. പക്ഷെ അതിനകത്ത് ചില വ്യക്തിത്വങ്ങൾ കടുത്ത വിഭാഗീയതയും അതുപോലെ തന്നെ ഒരു ശത്രുതാ മനോഭാവത്തോടെയുള്ള സമീപനവും സ്വീകരിക്കും. പാർട്ടി കൂടെ വരുന്നത് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് കെ.സി. പ്രഭാകരൻ. എറണാകുളം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ്. പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഈ പാർട്ടിയുടെ കൂടെ വരിക. ഭാഗത്തോടെ ജില്ലാ നേതാക്കളെല്ലാവരും ഉള്ള ചില ആളുകൾ, പഴയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ചില ആളുകൾ, അങ്ങനെ തന്നെ വേണം പറയാൻ. അർജുൻ മട്ടന്നൂർ ചേരുന്നു നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, ഗുഡ് ഈവനിങ്. പറവൂർ സിപിഐയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത്രയധികം പേർ ഒന്നിച്ച് സിപിഐഎമ്മിലേക്ക് പോകുമ്പോൾ പാർട്ടി ഇടപെട്ട് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങളൊന്നും നടക്കുന്നില്ലേ? ബിനോയ് വിശ്വം ഒന്നും ഇടപെട്ടില്ലേ ഇതുവരെ? സുജയ, കഴിഞ്ഞ കുറെ കാലമായി എറണാകുളം ജില്ലയിൽ സിപിഐയിൽ ഉണ്ടായിരുന്ന വിഭാഗീയതയാണ് ഒടുവിൽ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നത്. പറവൂർ കളമശ്ശേരി മേഖലയിൽ നിന്ന് ഏതാണ്ട് 80-ലധികം പേരാണ് രാജിവെച്ചിരിക്കുന്നത്. ഇന്ന് ആകെ 100ഓളം പേർ സിപിഎമ്മിൽ ചേരുമെന്നാണ് സിപിഎം അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്ന് മുതൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ നേതൃത്വത്തിന് എതിരെ ഉണ്ടായിരുന്നു. മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി പല നേതാക്കളും രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിച്ചില്ല. പിന്നീട് ജില്ലാ സെക്രട്ടറി മാറി, അപ്പോഴും പ്രശ്നം പരിഹരിച്ചില്ല. നിലവിൽ രാജിവെച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗമായ കെ വി രവീന്ദ്രൻ, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ പാർട്ടിയെ വളർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ.സി. പ്രഭാകരന്റെ മകൾ, അതോടൊപ്പം തന്നെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ഇവരുടെ നേതൃത്വത്തിലാണ് ഏതാണ്ട് 80-ലധികം പേർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഇന്ന് 6 മണിക്ക് പറവൂരിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് സിപിഎമ്മിൽ ചേരുകയാണ്. മാത്രവുമല്ല, ഇക്കഴിഞ്ഞ സിപിഐ സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ജാഥ ആരംഭിക്കുന്നത് കെ.സി. പ്രഭാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാവണം എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് ഒടുവിൽ മാറ്റി മറ്റൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങുകയായിരുന്നു. ഇതും ഈ പ്രശ്നം കൂട്ടാൻ കാരണമായി. മാത്രവുമല്ല, ഏതാണ്ട് 18ഓളം പേർക്കെതിരെ നേരത്തെ വിഭാഗീയതയുടെ പേരിൽ പാർട്ടി നേതൃത്വം നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പരസ്പരം നടപടിയെടുക്കുകയും പരസ്പരം വിഭാഗീയത പ്രവർത്തനം നടത്തുകയും ചെയ്തതിന്റെ പരിണിത ഫലം എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പറവൂർ മണ്ഡലം അത് സിപിഐ മത്സരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ സിപിഐയിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവർ സിപിഎമ്മിലേക്കാണ് പോകുന്നത്. പറവൂർ സിപിഐയിലുണ്ടായ പൊട്ടിത്തെറിയുടെ വിവരങ്ങളാണ് അർജുൻ മട്ടന്നൂർ പങ്കുവച്ചത്. ഇനി കൂടുതൽ പേർ ഈ പൊട്ടിത്തെറിയുടെ പിന്നാലെ പോകുമോ അതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. അതിനു മുൻപ് പ്രശ്നപരിഹാരത്തിന് ബിനോയ് വിശ്വത്തിനും ടീമിനും സാധിക്കുമോ അതും അറിയാം.